ഡിയേഴ്സ് വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങളൊരു കുട്ടി ട്രിപ്പ് പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വയറൊക്കെ ഒന്ന് ഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. ചോറും ബിരിയാണിയും പൊറോട്ടയൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി ഒരു റൂട്ടാണ്. നമ്മളിപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതായത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ താണ്ടിയാണ് ഇങ്ങനെ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലുള്ള കർണാടക സ്റ്റേറ്റിലോട്ടാണ്. കുറച്ച് ദൂരം അങ്ങനെ സഞ്ചരിച്ച് നമ്മൾ കർണാടക സ്റ്റേറ്റിലെ ഗുണ്ടിൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടു. ഈ ഒരു സ്ഥലം, അതായത് ഗുണ്ടിൽപേട്ട്, പൊതുവിൽ അറിയപ്പെടുന്നത് ഫ്ലവർ പോട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്ലവർ ഫീൽഡുകൾ കാണാൻ പറ്റും. സൺഫ്ലവേഴ്സിൻ്റെ ആയിക്കോട്ടെ, മാരിഗോൾഡ് ആയിക്കോട്ടെ, നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട്. നിച്ചു ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ആൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്കിവിടെ വന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. ഒരു ചെറിയ ഫീസും കൂടി നമ്മൾ പേ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, ഈ മാരിഗോൾഡൊക്കെ, ഈ ജമന്തി, ചെണ്ടുമല്ലി, അങ്ങനെയുള്ള വാടാമല്ലി പൂക്കളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓണം പ്രമാണിച്ച് അങ്ങോട്ട് കേരളത്തിലോട്ട് എത്തിക്കുന്നുണ്ട് ഇവിടുന്ന്. അതേപോലെ സൺഫ്ലവർ ആണെങ്കിൽ ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വരേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ ജൂൺ ടു ഓഗസ്റ്റ് മിഡ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് വരെയൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സമയം എന്ന് പറയുന്നത്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ മറക്കരുത്. ബൈ.